മിഷനെ അറിയുക, സ്നേഹിക്കുക, വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഫിയാത്ത് മിഷൻ ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ സംഘടിപ്പിക്കുന്നത്. 6ാമത് മിഷൻ കോൺഗ്രസാണ് ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ നടക്കുന്നത്. ചെത്തിപ്പുഴ തിരുഹൃദയ പള്ളി, ക്രിസ്തുജ്യോതി ക്യാമ്പസ്, മീഡിയ വില്ലേജ്, കാർമൽ മൗണ്ട് ധ്യാനകേന്ദ്രം എന്നിവിടങ്ങളിലാണ് 6ാമത് ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ നടക്കുന്ന മിഷൻ എക്സിബിഷനിൽ ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന മിഷൻ മേഖലകളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യ ദിനം തന്നെ നൂറുകണക്കിന് ആളുകൾ പ്രദർശന നഗരിയിൽ എത്തി. ഇറ്റാനഗർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ബെന്നി വർഗീസ് വിശുദ്ധ കുർബാനയർപ്പിച്ചു. ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോൺ തോമസ്, ഗുഡ്ഗാവ് ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ്, ഇടവക വികാരിയും ആശ്രമം പ്രയോറുമായ ഫാദർ തോമസ് കല്ലുകളം, ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ആന്റണി ഏത്തക്കാട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മിഷൻ എക്സിബിഷൻ ബിഷപ്പ് തോമസ് മാർ അന്തോണിയോസ് ഉദ്ഘാടനം ചെയ്തു. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ സന്നിഹിതനായിരുന്നു. ധ്യാനങ്ങൾ, ഫിയാത്ത് മിഷനെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷനുകൾ, ബൈബിൾ എക്സ്പോ, രാജ്യാന്തര ചലച്ചിത്രമേള, ക്രിസ്തീയ സംഗീത നിശ, വിശ്വാസ പരിശീലന സംഗമം എന്നിവ ഉൾപ്പെടെ വിശ്വാസ വഴികളിലെ നിരവധി കാഴ്ചകളും സഭാ പഠനങ്ങളുമാണ് രാജ്യാന്തര കോൺഗ്രസിന്റെ വിവിധ വേദികളിൽ നടക്കുന്നത്. രാജ്യാന്തര തലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവിധ മിഷൻ രൂപതകളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകളും പരിപാടിയുടെ പ്രത്യേകതയാണ്. ദിവസവും രാവിലെ 9 വിശുദ്ധ കുർബാന, 24 മണിക്കൂറും ദിവ്യകാരുണ്യ ആരാധന, രാവിലെ 10 മുതൽ രാത്രി 7 വരെ മിഷൻ എക്സിബിഷൻ, 7:30 ക്രിസ്തീയ സംഗീത നിശ, കാർലോ ദിവ്യകാരുണ്യ എക്സിബിഷൻ, കാർലോ ക്വിസ് എന്നീ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മിഷൻ എക്സിബിഷനിൽ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് GGMൽ പങ്കെടുക്കുന്നവരും ഷെക്ന ന്യൂസിനോട് പങ്കുവച്ചു. ചെത്തിപ്പുഴയിൽ നടക്കുന്ന GGMൽ ഞാൻ സംബന്ധിക്കുകയാണ്. ഇത് വേറൊന്നും പറയാനില്ല, ഇത് ഒരു അത്ഭുതമാണ്. കേരളത്തിൽ ഇതുപോലൊരു മിഷൻ എക്സ്പോ ഇതിനു മുൻപും ഫിയാത്തിൻ്റെതായി പലതും നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഇവിടെ മിഷൻ സ്പിരിറ്റ് തുളുമ്പി നിൽക്കുക. മിഷണറിമാരുടെ സ്റ്റോളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരി ചെറുപ്പക്കാർ വളരെ സന്തോഷത്തോടുകൂടി മിഷൻ ചൈതന്യത്തോടുകൂടി ഇവിടെയൊക്കെ നടക്കുന്നതും അവർ പേരെഴുതി കൊടുക്കുന്നത്, മിഷണറിമാരാണുള്ള താല്പര്യത്തോടെ അവർ പേരെഴുതി കൊടുക്കുന്നത് കാണുന്നു. കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ള താല്പര്യത്തോടെ കേരളത്തിൽ നിന്നും പുറത്തു നിന്നുള്ള എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രഘോഷണത്തെ ചെറുക്കാനായി വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ ഇതുപോലുള്ള GGM ഇനിയും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരട്ടെ. അങ്ങനെ അനേകം ഫലം പുറപ്പെടുവിക്കാൻ, പ്രത്യേകിച്ച് ഈശോ പറഞ്ഞത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ എല്ലാ ക്രൈസ്തവർക്കും സാധിക്കട്ടെ. ഈ ഒരു GGMലൂടെ ക്രൈസ്തവരുടെ പ്രേക്ഷിത തീക്ഷ്ണത അങ്ങേയറ്റം ജ്വലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചെത്തിപ്പുഴയിൽ നടക്കുന്ന GGMൽ ഞാൻ സംബന്ധിക്കുകയാണ്. ഇത് വേറൊന്നും പറയാനില്ല, ഇത് ഒരു അത്ഭുതമാണ്. കേരളത്തിൽ ഇതുപോലൊരു മിഷൻ എക്സ്പോ ഇതിനു മുൻപും ഫിയാത്തിൻ്റെതായി പലതും നടന്നിട്ടുണ്ട്. പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഇവിടെ മിഷൻ സ്പിരിറ്റ് തുളുമ്പി നിൽക്കുക. മിഷണറിമാരുടെ സ്റ്റോളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരി ചെറുപ്പക്കാർ വളരെ സന്തോഷത്തോടുകൂടി മിഷൻ ചൈതന്യത്തോടുകൂടി ഇവിടെയൊക്കെ നടക്കുന്നതും അവർ പേരെഴുതി കൊടുക്കുന്നത്, മിഷണറിമാരാണുള്ള താല്പര്യത്തോടെ അവർ പേരെഴുതി കൊടുക്കുന്നത് കാണുന്നു. കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ള താല്പര്യത്തോടെ കേരളത്തിൽ നിന്നും പുറത്തു നിന്നുള്ള എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രഘോഷണത്തെ ചെറുക്കാനായി വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ ഇതുപോലുള്ള GGM ഇനിയും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരട്ടെ. അങ്ങനെ അനേകം ഫലം പുറപ്പെടുവിക്കാൻ, പ്രത്യേകിച്ച് ഈശോ പറഞ്ഞത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ എല്ലാ ക്രൈസ്തവർക്കും സാധിക്കട്ടെ. ഈ ഒരു GGMലൂടെ ക്രൈസ്തവരുടെ പ്രേക്ഷിത തീക്ഷ്ണത അങ്ങേയറ്റം ജ്വലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞങ്ങൾ വിൻസെൻഷൻ സഭയുടെ മദർ തെരേസ മിഷൻ, അത് വെസ്റ്റ് ബംഗാൾ, ത്രിപുര, നേപ്പാൾ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള മിഷണറിമാരാണ്. ഞങ്ങൾ ഫിയാത്ത് മിഷനിലേക്ക് വരാനുള്ള കാരണം ബ്രദർ സിഗ്ലിയുടെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഞങ്ങൾക്കൊരു പ്രേരണയുണ്ടായിരുന്നു. കാരണം ഒത്തിരി ദൈവവിളികൾ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത് മിഷനെക്കുറിച്ച് ആളുകൾക്ക് നോളജ് കിട്ടുന്നുണ്ട്. ഒത്തിരി ആളുകൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ഈ സ്റ്റോള് തുറക്കാനായിട്ടുള്ള കാരണം. ഞങ്ങളുടെ മിഷൻ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും നേപ്പാളിലുമായിട്ട് വളരെ വേഗത്തിൽ ഫ്ലറിഷ് ചെയ്യുന്നൊരു മിഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സിനെ, ഇൻ്റർസെസേഴ്സിനെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനും പ്രാർത്ഥന ചോദിക്കാനും കൂടിയാണ് ഞങ്ങൾ ഈ സ്റ്റോൾ ഇട്ടിരിക്കുന്നത്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്ത്യൻസിൻ്റെ മൈനോറിറ്റി റൈറ്റ്സ്, സ്കോളർഷിപ്പ് സ്കീംസ്, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ലീഗലി മൂവ് ചെയ്യാനായിട്ടൊരു മിനിസ്ട്രി പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേടിയെടുത്താണ് ഈ 80/20 മൈനോറിറ്റി സ്കോളർഷിപ്പ് കേസ്, അങ്ങനെയൊക്കെ ഉള്ള മൈനോറിറ്റി സ്കോളർഷിപ്പ് കേസ്, വെൽഫെയർ സ്കീംസ്, ലോൺസ്, ഇതൊക്കെ കുറച്ചുകൂടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ
അതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ലവ് ജിഹാദിൽപ്പെട്ട ഏകദേശം 930ഓളം പെൺകുട്ടികളെ ഇതിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ലവ് ട്രാപ്പ്, ലവ് ജിഹാദ്, ഇതൊക്കെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഇഷ്യൂ ആണ്. ഇന്ത്യ നേരിടുന്നതിന് മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഇഷ്യൂ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നു. പിന്നെ ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷൻസ് നടന്ന സമയത്ത് മണിപ്പൂർ, ഛത്തീസ്ഗഡ് ഇവിടെയൊക്കെ പോയി അവിടുത്തെ ഹയർ ഓഫീസേഴ്സായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എഡ്യൂക്കേഷൻ ലോൺസ്, ഹൗസിംഗ് ലോൺസ്, ഈ മൈനോറിറ്റി ലോൺസ്, അതൊക്കെ കുറച്ചുകൂടെ നമ്മളുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടാനായിട്ട് ഇതിൽ വരുന്ന EWS ക്രൈറ്റീരിയാസൊക്കെ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആവുന്നതും പിന്നെ ലോൺ ക്രൈറ്റീരിയാസും ഇതൊക്കെ ഡെയിലി അപ്ഡേറ്റ് ആവുന്നതുകൊണ്ട് നമ്മളിത് കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവാൻ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്, സർച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഉള്ള EWS അപ്ഡേറ്റ്, ലോൺസ്, ഇതിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ലവ് ജിഹാദിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ ഡ്രഗ്സ്, ആൽക്കഹോൾ, ഇതൊക്കെ ഇപ്പോഴത്തെ യൂത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡ്രഗ്സ്, ആൽക്കഹോൾ. അപ്പോൾ അതിനൊക്കെതിരെ നമ്മളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പിന്നെ സോഷ്യൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് പ്രോഗ്രാംസ്, ട്രേഡ്സ് പ്രോഗ്രാംസ്, ഫോർമേഷൻ പ്രോഗ്രാംസ്, എന്നൊക്കെ മാറുന്നുണ്ട്. ഷിഗ്ന ന്യൂസ്, കോട്ടയം.